മാറ്റം മിസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് രാവിലെ തന്നെ വന്നിട്ട് ആമ്പലിൻ്റെ കുളത്തിൽ കുറേ ഒച്ച് അടിയിലായിട്ട് ഒച്ചിന് കണ്ടിട്ട് എല്ലാം എടുത്ത് ഇങ്ങനെ കളയുമ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ആമ്പൽ പുതിയതായിട്ട് ഇതിനടുത്ത് കുറച്ച് മുന്നേ സുഭാഷാത്തിന് ഇടുന്നോ കൊണ്ടുവന്നിട്ട് നട്ട ആമ്പലാണ്. ഇത് വെറൈറ്റി ആമ്പൽ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ആമ്പൽ പൂ വിരിഞ്ഞത് കണ്ടിട്ടില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലേൻ്റെ അടിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കൊലകൊലയായിട്ടൊരു മൊട്ട് അങ്ങനെയാണ് വരുന്നത്. സാധാരണ നമ്മൾ ചെടീൻ്റെ മണ്ടക്കം തന്നെയാണ് മൊട്ടുണ്ടാകല്. പക്ഷെ ഇതൊരു പ്രത്യേകതരം ആമ്പലാണ്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ആമ്പൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഈ ചെടി വാങ്ങിക്കൊണ്ടതല്ല. ഞാനൊരു ഇവിടെ ചെടിയെല്ലാം വെക്കുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോഴത്തേക്ക് ആടെ ഒരു പാത്രത്തിലെ ഒരു ആമ്പൽ ഉണ്ടായിരുന്നു. വയലത്തെ ആമ്പൽ ഉണ്ടായത്. പക്ഷെ അതിൻ്റെ ആടെ ഇങ്ങനെ ഒരില കണ്ടിട്ട് ഞാനത് എടുത്തുകൊണ്ടുവന്നതാണ്. അത് എടുത്തുകൊണ്ടുവന്നിട്ട് അത് ഇവിടെ നട്ട് മുളപ്പിച്ചതാണ്. അതിൻ്റെ അകത്ത് നോക്കുമ്പോഴാണ് ഇങ്ങനൊരു ഇത് വന്നത്. പക്ഷെ അനക്കെന്നെ കണ്ടിട്ട് അത് ഷേപ്പ് നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ? നമ്മളെ പക്ഷീൻ്റെ എല്ലാം തൂവല് മാതിരി ആയിട്ട് ഇങ്ങനെ നല്ല ഇതിൻ്റെ നടുക്കൊരു പൊട്ട് പോലെ മഞ്ഞ കളറ്, പിന്നെ ഫുള്ളും ചുറ്റും വെള്ള കളർ. നല്ലൊരു തൂവല, നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? ഒരു ഭയങ്കര അട്രാക്ഷൻ, നല്ല ഭംഗിയുണ്ട്. തൊടുമ്പം തന്നെ നല്ലൊരു ഇത് അധികം കണ്ടിട്ടില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇത് ഒരുപാട് ഉണ്ടാവുമായിരിക്കും. അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്താലെല്ലാം നല്ലതായിരുന്നു. കാരണം നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം, നമുക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരുന്നു അല്ലേ? കാരണം നമ്മൾ ആമ്പലിനെല്ലാം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഒരില കിട്ടിയത് കൊണ്ട് ഞാനത് എടുത്തുകൊണ്ട് ഇവിടെ നട്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള പൂ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആമ്പലിൻ്റെ ഇതിൻ്റെ അകത്തെല്ലാം കുറേ ഒച്ചുണ്ടല്ലേ? ഒച്ച് അധികം ഒച്ചാണ്. അതൊരു അത്രയാ ഒച്ച് പറയും. പക്ഷെ ഒച്ചിനെല്ലാം അന്നേരം എടുത്ത് കളയണം. എന്നാലേ പിന്നെ ഇല്ലെങ്കിൽ വേഗം കൂടി വരും. നമ്മളെ ഈ ഒച്ചിനെല്ലാം ഇങ്ങനെ എടുത്ത് കളയുന്നു. അപ്പാണ് ഇതെല്ലാം ചെടിയെ പൂവെല്ലാം ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഇതിന് മുന്നേ കുറേ ഗപ്പീനെല്ലാം വിട്ടിട്ടുണ്ട്. കുറേയെല്ലാം ചത്തുവിന്. എന്നാലും കുറച്ചെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഗപ്പീനെ പിടിച്ച് ഇതിനകത്ത് ഇടണം. ഗപ്പി ഉണ്ടായാലും അങ്ങനെ കൊതുക് വരില്ല. അതുകൊണ്ടാണ് ഗപ്പി ഇടുന്നത്. അതുപോലെ ഈ ഇല പഴുത്താലും ചീഞ്ഞലെല്ലാം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയണം. ഇതുപോലെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ മെയിൻ പരിചരണം എന്ന് പറയുന്നത് ഈ മോശമായിട്ടുള്ള ഇല, ചീഞ്ഞിട്ട് കിടക്കുന്ന ഇല, അതിൻ്റെ തണ്ടല്ലോ അത് പൊട്ടിച്ച് കളയണം അല്ലേ? പൊട്ടിച്ച് കളയാം. നമ്മളെ പിങ്കിൻ്റെ ആമ്പലിൻ്റെ അകത്ത് വലിയൊരു പൂ വരുന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വരുന്നിട്ടുണ്ട്. നമ്മളെ ഇതിൻ്റെ അകത്ത് പൂ വലുതാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചാണം കലക്കി ഒഴിക്കുന്നത് കൊണ്ടാണോ പൂവ് ഇത്രക്ക് വണ്ണം വെച്ച് വരുന്നത് തോന്നുന്നു. നല്ല വലിപ്പമുള്ള പൂവാണല്ലേ? വലിപ്പമുണ്ട്. നല്ലോണം ഏറ്റവും കൂടുതൽ നമ്മൾ ചേർക്കുന്നത് ചാണാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഗുണം എന്തായാലും പിന്നെ പൂവിൻ്റെ അകത്ത് കാണുന്നുണ്ട്. വയലറ്റെല്ലാം ആദ്യമെല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ എല്ലാം വയലറ്റ് ചെറിയ വയലറ്റാണ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നോക്കുമ്പോൾ നല്ല വലിപ്പമുള്ള വയലറ്റാണ് ഇതിൻ്റെ അകത്ത് വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് ഈ വെറൈറ്റി ആമ്പൽ വരുന്നത് കണ്ടതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആമ്പലിൻ്റെ ഈ ആമ്പലിനെ പറ്റി അറിയുന്നവർ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ അല്ലേ?